കൊല്ലത്ത് കാണാതായ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം കണ്ടെത്തി. കൊല്ലം കിളികൊല്ലൂർ സ്വദേശിനി 17 വയസ്സുള്ള നന്ദ സുരേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇന്നലെ വൈകുന്നേരം മുതലാണ് നന്ദയെ കാണാതായത്. ഇവരുമായി മനോജ് ചേരുകയാണ്. മനോജ്, എവിടെ വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയത്? പോലീസ് നൽകുന്നൊരു വ്യക്തതയും എന്താണ്? കെ.പി. റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്നാണ്, അതായത് ഈ വീടിന് സമീപം തന്നെയാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ പരിശോധന നടത്തുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരെത്തി മറ്റ് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ ആ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്യുന്ന കാര്യത്തിലാണ്. എന്തായാലും കുട്ടിയുടെ വീട്ടുകാരെയൊക്കെ തന്നെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 7 മണി മുതലാണ് ഈ കുട്ടിയെ കാണാതായിട്ടുള്ളത്. അതിനെ തുടർന്ന് കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിരുന്നു. ഈ പരാതിയെ തുടർന്ന് നാട്ടുകാരടക്കം പോലീസും നാട്ടുകാരും എല്ലാവരും ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധന നടത്തിയതിനെ തുടർന്ന് ഇന്നാണ് ഈ വീടിന് സമീപത്ത് തന്നെ, ഈ റെയിൽവേ ട്രാക്കിന് സമീപമുള്ള ഓടയ്ക്കകത്ത് നിന്ന് ഈ കുട്ടിയുടെ മൃതശരീരം കണ്ടെത്തുന്നത്. എന്തായാലും കുട്ടിയുടെ വീട്ടുകാരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. പോലീസും പരിശോധന പൂർത്തിയാക്കി മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇവിടെ നിന്നും മാറ്റുവാനുള്ള മറ്റ് നടപടിക്രമങ്ങളാണ് ചെയ്യുന്നത്. എന്തായാലും നിലവിലിപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം മുകളിൽ നിന്നും, അതായത് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് മുകളിലുള്ളത്. ഈ മുകളിൽ നിന്നും കുട്ടി താഴേക്ക് വീഴാനാണ് സാധ്യത എന്നുള്ളതാണ്. +2 വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു. തുടർന്നാണ് ഈ സ്ഥലത്തൊക്കെ പരിശോധന നടത്തിയത്. എന്തായാലും നിലവിൽ ദുരൂഹതകൾ ഇല്ല എന്നുള്ള കാര്യമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും നാട്ടുകാരാണ് അതായത് മനോജ്, നിലവിൽ പോലീസ് പറയുന്നത് അബദ്ധത്തിൽ താഴേക്ക് വീണതാകാം എന്ന് തന്നെയാണല്ലേ? നിലവിൽ, അതായത് പ്രാഥമികമായി നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ മുകളിൽ നിന്നും കുട്ടി താഴേക്ക് വീണിട്ടുള്ളതാകാം എന്നുള്ളതാണ്. എന്തായാലും ആ അടയാളങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. അത് തന്നെയാണ് പോലീസും കാണിക്കുന്നത്. എന്തായാലും മറ്റെന്തെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കും. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഈ കുട്ടിക്കായി തിരച്ചിൽ നടത്തിയിരുന്നു. അങ്ങനെയാണ് ഈ സമീപത്തേക്ക് എത്തിയപ്പോഴും ഇവിടെ കുട്ടിയുടെ മൃതദേഹം കാണാനിടയായത്. എന്തായാലും പരിശോധനകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ വീട്ടുകാർ കഴിഞ്ഞ ദിവസമാണ് ഈ പരാതി നൽകിയിരുന്നത്. ഇതിനെ തുടർന്ന് വീട്ടുകാരും ഈ വിവരം അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും +2 വിദ്യാർത്ഥിനിയായിട്ടുള്ള നന്ദയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം, നന്ദയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇനിയും പരിശോധനകൾക്ക് ശേഷം മാത്രമേ എന്താണ് കൃത്യമായി സംഭവിച്ചിട്ടുള്ളത് എന്നതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസും എല്ലാം ഇവിടെ ഉണ്ട്. അവരൊക്കെ തന്നെ പരിശോധന നടത്തി വരികയാണ്. മൃതദേഹം ഇപ്പോൾ ഇവിടെ നിന്നും ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ് മാറ്റുവാനുള്ള മറ്റ് നടപടിക്രമങ്ങളാണ് നടക്കുന്നത്. ഏതായാലും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു. അതിനെ തുടർന്ന് എല്ലാ സ്ഥലങ്ങളിലും പരിശോധന, അതായത് സ്കൂളിലും കൂടെ പഠിച്ച കുട്ടികളോടും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ അന്വേഷിച്ചിരുന്നു. കുട്ടിയെ ഇതുവരെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നതിനെ കുറിച്ച് കൂട്ടുകാരോടക്കം അന്വേഷിച്ചു. എന്തായാലും പിന്നീടാണ് ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ മൃതശരീരം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സ്ഥലത്തുള്ള നാട്ടുകാരാണ് ഈ മൃതദേഹം ആദ്യം കാണുന്നത്. പിന്നീടാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ റെയിൽവേ ട്രാക്കാണ്, അതായത് ഇതുവഴി ട്രെയിനുകൾ നിരന്തരം പോകുന്നുണ്ട്. പക്ഷേ ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തുള്ള ഓടയിലാണ് കുട്ടിയുടെ മൃതദേഹം കിടക്കുന്നത്. അതാണ് പോലീസ് കണ്ടെത്തിയത്. നാട്ടുകാരടക്കം അങ്ങോട്ടേക്ക് എത്തി ഈ പരിശോധന നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ പരിശോധന നടത്തിയ നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കാണാനുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ തന്നെയാണ് പരിശോധന നടത്തി വന്നത്? ഇവിടെ മൊത്തം പരിശോധന നടക്കുകയായിരുന്നു. ഇന്നലെയാണ് കാണാതായത്. രാവിലെയും വന്ന് എല്ലാവരും വീട്ടിൽ വന്ന് പല പോലീസ് സ്റ്റേഷനിലും എല്ലാം പരാതി കൊടുത്ത്, പിന്നെ ഈ സമയം ഇപ്പോൾ ഒരു 2 മണിക്ക് ശേഷമാണ് ഇവിടെ ഉണ്ടെന്നുള്ള വിവരം അറിയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ തിരക്കുന്നതും ഈ വെള്ളത്തിനകത്ത് കിടന്നത്. കുട്ടി എവിടെ പോയിട്ട് വന്നതാണ് എന്നുള്ള വിവരം വല്ലതും? നേരത്തെ എന്തോ ലൈൻ കേസോ അങ്ങനെ എന്തോ സംഭവങ്ങളുണ്ടായിരുന്നു കുട്ടിക്ക്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും വീട്ടുകാരെ ഇത് സംബന്ധിച്ച് പോലീസിൽ കൃത്യമായി പരാതി നൽകി അങ്ങനെ തന്നെയാണ് പരിശോധന നടത്തി വന്നത്. വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയായിരുന്നു. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്? കുട്ടിയുടെ വീട്ടിൽ ഇത് ഏക കുട്ടിയായത്. അച്ഛനും അമ്മയും പിന്നെ കുട്ടിയുടെ അച്ചാമ്മയുമാണ് ആ വീട്ടിലുള്ളത്. +2 വിദ്യാർത്ഥിയാണ്. +2 നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. തീർച്ചയായും ഈ പരിശോധനകൾ അങ്ങനെ തുടരുകയാണ്. എന്തായാലും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെപ്പറ്റി പ്രാഥമികമായാണ് പോലീസ് ഈ വിവരം നമ്മളോട് പങ്കുവച്ചത്. ഇനി മറ്റ് പരിശോധനകൾക്ക് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത വരികയുള്ളൂ. കെ.പി.
കൊല്ലത്ത് കാണാതായ വിദ്യാർത്ഥിനിയുടെ മൃതദേഹമാണ് റെയിൽവേ ട്രാക്കിന് സമീപം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കൊല്ലം കിളികൊല്ലൂർ സ്വദേശിനി 17 വയസ്സുള്ള നന്ദ സുരേഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം മുതലാണ് നന്ദയെ കാണാതായത്. എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.